എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം, തളർച്ച, ഇങ്ങനെ അനുഭവമില്ലേ? ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതപ്പ്, ഉന്മേഷക്കുറവ്, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, PCOD, മലബന്ധം, മുടികൊഴിച്ചിൽ, വായ്പുണ്ണ്, പ്രതിരോധശേഷിയില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പലപ്പോഴും രക്തക്കുറവായിരിക്കാം. ഇതിന് നല്ലൊരു പരിഹാരമാണ് ഖുർആനിൽ പറഞ്ഞ അത്തിപ്പഴം, ഈത്തപ്പഴം, കറുത്ത മുന്തിരി, തേൻ തുടങ്ങിയവയും കരിഞ്ജീരകം, എള്ള്, അണ്ടിപ്പരിപ്പ്, ബദാം, ബാർലി, നെല്ലിക്ക, നാടൻ മഞ്ഞൾ, അയമോദകം തുടങ്ങി 16 ഇൻഗ്രീഡിയൻസ് അടങ്ങിയ അത്തീൻ നാച്ചുറൽ ഫുഡ് സപ്ലിമെൻറ്റ്. ഇതിൽ എണ്ണയോ പഞ്ചസാരയോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. അത്തീൻ ലേഹ്യമല്ല, ഒരു ന്യൂട്രീഷൻ ഫുഡായതുകൊണ്ട് 3 വയസ്സ് മുതൽ പ്രായമായവർക്ക് വരെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ കഴിക്കാം. നാച്ചുറൽ പ്രൊഡക്റ്റാണ്, വിശ്വസിച്ച് വാങ്ങാം. ലാബ് ടെസ്റ്റ് ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്കുള്ള മികച്ചൊരു ഗിഫ്റ്റാണിത്. അത്തീൻ എന്ന ഈ പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. വീണ്ടും ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാരണം ഇത് വാങ്ങിക്കഴിച്ചവർക്ക് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ട്. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, കാൽസ്യക്കുറവ്, മറ്റു വൈറ്റമിൻസ് കുറവ്, ഇതിനൊക്കെ നല്ല റിസൾട്ടാണ്. സ്ത്രീകൾക്കുണ്ടാവുന്ന പീരീഡ്സിൻ്റെ വേദന കുറയ്ക്കുവാനും പൈൽസ്, മലബന്ധമൊക്കെ നീക്കുവാനും ഇത് സഹായകമാണ്. അതുമാത്രമല്ല, ഇതിലടങ്ങിയ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അത്തിപ്പഴം, ഈത്തപ്പഴം, മുന്തിരി, ബദാം, അണ്ടിപ്പരിപ്പ്, എള്ള്, കരിഞ്ജീരകം, തേൻ, ബാർലി, ചുക്ക്, അയമോദകം തുടങ്ങിയവയെല്ലാം ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയതും ശരീരത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത, എണ്ണയോ പഞ്ചസാരയോ ഇല്ലാത്ത നേച്ചുറൽ പ്രൊഡക്റ്റാണ്. ലാബ് ടെസ്റ്റഡ് ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 3 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇത് വിശ്വസിച്ച് കഴിക്കാം. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അത്തീൻ അതിൻ്റെ ആരംഭ സമയം ഒരു 5-10 കസ്റ്റമേഴ്സിൽ നിന്ന് ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം 10,000-കണക്കിന് കസ്റ്റമേഴ്സായി. അത് തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ്. ഈ വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന മഅൽ ഉസ്രി യുസ്ര, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധിയാണ്. ഒന്നാമത് ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കാലം എടുത്തു. ഇതിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട്സും അതെടുത്തിട്ട് അത് നമ്മൾ തിബുൻ നബിയെ നോക്കി ഉസ്താദന്മാരുടെ അറിവ് നേടി, അതുപോലെ തന്നെ വൈദ്യന്മാരോട് ഇത് എത്ര അളവ് കഴിക്കാൻ പറ്റുന്ന അന്വേഷണം നടത്തി, അതുവരെ ഗൂഗിളിൽ, യൂട്യൂബിൽ ഡോക്ടർമാരോട് ഇവർ പറഞ്ഞ ഓരോ ന്യൂട്രീഷൻ വാല്യൂ. ഇപ്പോൾ ഈത്തപ്പഴത്തിന് എത്ര ദിവസം കഴിക്കാം, അതിന് എത്ര അയൺ ഉണ്ട്, എത്ര കാൽസ്യം ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്ത് അത് കൃത്യമായ അളവിലാക്കി ഒരു കൊല്ലത്തോളം തന്നെ ഇതിന്റെ പഠനം ഉണ്ടായിരുന്നു. പിന്നെ പഠനം റിസർച്ച് നടന്നു. റിസർച്ച് തന്നെ ഒരു സ്ട്രഗിളാണ്. ശേഷം പിന്നെ ഈ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണത് ശരീരത്തിൽ നമ്മൾ എങ്ങനെയാണത് കസ്റ്റമർ കൊടുത്താൽ എങ്ങനെയാണെന്ന് അതിന്റെ എഫക്റ്റ് എന്നറിയില്ല. ഞാൻ കഴിച്ചു, എൻ്റെ ഭാര്യ കഴിച്ചു, കുടുംബക്കാർക്ക്, എൻ്റെ ചെറിയ കുട്ടികൾ വരെ കഴിച്ചു. അങ്ങനെ കഴിച്ച് നമ്മളെ നാട്ടുകാർ കഴിച്ച് അത് 1 കൊല്ലത്തോളം നമ്മൾ ഈ റിസൾട്ടിന് തന്നെ കാത്തുന്നു. ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരുപാട് ആയിരക്കണക്കിന് കസ്റ്റമർ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്.